ഗൈസ്, അപ്പോൾ ഇന്ന് ചേട്ടൻ്റെ കല്യാണത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയാണ് എറണാകുളത്ത് നിന്ന് വന്നത്. ആ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. സോ നമ്മളിപ്പോൾ ഉറക്കത്തിൽ നിന്നൊക്കെ എണീറ്റേ ഉള്ളൂ. എനിക്ക് ചെറിയൊരു ഫുഡ് പോയ്സൺ ആണോ എന്താണെന്ന് പറഞ്ഞോടാ, എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ചെറിയ വയറുവേദനയും ചെറിയ എന്തൊക്കെ പ്രശ്നമുണ്ട്. എല്ലാം സെറ്റാക്കണം. പരിഷ്കാരി വന്നിട്ടുണ്ട്, ജാക്സ് എത്തിയിട്ടുണ്ട്, പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. അളി എന്തെങ്കിലും പറയാളി, എനിക്ക് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യണം. എന്തോ പറയണമെന്ന് അറിഞ്ഞൂടാ. ഇവിടെ എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഡ്രീമിൻ്റെ വീട്ടിൽ ഡ്രീമിൻ്റെ കസിൻസും എല്ലാവരും ഓൺ ദ വേ ആണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ കള്ളൂടി ടീംസൊക്കെ വരും. നാളെ അവന്മാർക്ക് 6 കുപ്പിയൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. മിക്കവാറും അവരെ കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടിയാണ് അല്ലേ? നമ്മുടെ അടുത്തൊരു വീട് എടുത്തിട്ടുണ്ട്. കല്യാണമാണ് ഗൈസ്. നമ്മുടെ പയ്യന്മാരെല്ലാവരും ഓൺ ദ വേ ആണ്. അപ്പോൾ ഞാൻ നാളത്തേക്കാണ് എല്ലായിടത്തും വരാൻ പറഞ്ഞത്. സോ അവർക്ക് സ്റ്റേയും സംഭവങ്ങളൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ എല്ലാം ക്യാപ്ചർ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. തിന്നുക, ജോലി ചെയ്യുക, ഉറങ്ങുക, കിടക്കുക, കുളിക്കുക, അങ്ങനത്തെ പരിപാടികളൊക്കെയാണ്. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് പപ്പയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ പോകണം. പിന്നെ എനിക്ക് ഒരു പാൻറ്റ് നോക്കാനുണ്ട്. അങ്ങനെ 2-3 ചെറിയ പരിപാടികളുണ്ട്. പിന്നെ നമ്മുടെ ഒരു കല്യാണ വീട്ടിൽ എന്തൊക്കെ തിരക്കുള്ള ആ തിരക്കൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ കഴിക്കട്ടെ. സോ നല്ല കിടിലൻ ഫുഡ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അമ്മയും ആൻറ്റിയും കൂടി. ചോറ്, സാമ്പാർ, അച്ചാർ, അവിയൽ. ചിക്കനാ? ബിരിയാണി ഒന്നുമില്ല, കഞ്ഞി. കഞ്ഞിയെ കുറിച്ച് മടുത്ത്. വീട്ടിലെപ്പോഴും കഞ്ഞിയാണ്. ബിരിയാണി വന്നു തന്നെ. അതൊക്കെയാണ് കേസ് വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു ന്യൂ വ്ളോഗ് ഒന്നുമല്ല. സോ എല്ലാവർക്കും വെൽക്കം ടു ദ വ്ളോഗ് ഗൈസ്. ലെറ്റ്സ് ഗോ. എങ്ങനെയുണ്ട് മുണ്ട്? പക്ഷേ നാളത്തേക്ക് വേറെ. നമ്മളിപ്പം ഡ്രസ്സ് എടുക്കാൻ പോവാണ് പപ്പയായിട്ട്. പപ്പയ്ക്ക് ഇതാ അത് കുഴപ്പമില്ല. നമ്മൾ കല്യാണ തലേന്ന് ആരും ഡ്രസ്സ് എടുക്കാൻ പോകുന്നതല്ല, അതിന് മുന്നേ എടുത്ത് വെക്കണതാണ്. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. ആ ഒരു രീതി. പന്തല് നമ്മളിവിടെ ഇട്ടേക്കണേ. പന്തലെന്ന് പറഞ്ഞാൽ അങ്ങനെ പന്തലെന്നൊന്നുമില്ല, ജസ്റ്റ് ഇവിടെ വെച്ച് അങ്ങനെ പരിപാടിയൊന്നും ഇല്ല. പിന്നെ ആരെങ്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഫുഡോ സംഭവങ്ങളൊക്കെ കഴിക്കാനുണ്ട്. ജസ്റ്റ് തലേന്ന് വരുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒരിത് ജസ്റ്റ് ഒന്ന്. പന്തലല്ലേ ഷാമിയാന അല്ലേ? അഭ്യാസ പ്രകടനമാണ് കാണാൻ പോണത്. വണ്ടി കിടക്കുന്നുണ്ട്, സീനല്ലേ? നമ്മളെത്ര 4-5 പേര്. 5 പീസ് കേട്ടോ. ആദ്യമായിട്ടാണ് പപ്പയും കൊണ്ട് കല്യാണത്തിൻ്റെ ഡ്രസ്സ്. ഇന്നുന്നെ കല്യാണം ഒന്നും ഉണ്ടായിട്ടില്ല. എന്റെ പൊന്നോ, എന്തത്? ഇതെന്താ? എന്താണ്? കാട്ടുള്ളി. വെറുതെ ആൾക്കാർ പിടിച്ചിടിക്കുമോ? എടാ, ഈ ക്യാമറ വാങ്ങിച്ചവൻ്റെ സാരി. ബ്രോ, ഈ വൈറ്റിൽ എന്തെങ്കിലുമൊക്കെ മോഡൽസ് ഉള്ള അല്ലേ ഇതുപോലത്തെ ഒക്കെ? നിനക്ക് വേണോ? വേണമെങ്കിൽ എടുത്തോ. നാടാ ചെല്ല്. സോ നമ്മൾ ഡ്രസ്സൊക്കെ എടുത്തു. അപ്പോൾ ഈ വൈറ്റ് ആൻഡ് വൈറ്റ് മതി, ഭയങ്കര വാശിയാണ്. വൈറ്റ് ആൻഡ് വൈറ്റ് മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് എടുത്തു പോവാണ്. വന്ന് വീണണീറ്റ് ചക്ക വീഴുന്ന പോലെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എന്തോ ഒരു ചക്ക വീണ്. ഗൈസ്, നമ്മൾ ഡ്രീമറിന്റെ പപ്പേനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മൾ പോവാണ്. എവിടെ പോവാണ് നമ്മള്? എടാ, ഇവിടെ സ്പെഷ്യൽ സംഭവങ്ങളുണ്ട്. നിനക്ക് ഏതാ വേണ്ടത്? ഇതാ മെനു. ഇതാ ഏത് വേണം? പൈനാപ്പിളാണോ? ഞാൻ പൈനാപ്പിൾ കൊടുക്കുന്നത്. പൈനാപ്പിൾ ഞാൻ പറഞ്ഞ കേട്ടാ. 2 പൈനാപ്പിൾ, 2 പാല്. പാൽ സർബത്ത്. പാലല്ല, പാൽ സർബത്ത്. വേണ്ടല്ലേ? അല്ലാതെ മതി. ബൂസ്റ്റ് വേണ്ട. ഗൈസ്, തുബർക്ക് പ്രഗ്നൻ്റ് ആണ്. കാണുന്നിടത്തും പോയിടത്തും എല്ലാം പോയി മാങ്ങ ഉപ്പിലിട്ടത് ഇതൊക്കെ തിന്നുന്നതാണ് മെയിൻ പരിപാടി. ഒരു ചെറിയ ബൈറ്റ് നോക്കട്ടെ.
ഒന്നാമത് വയ്യത് വയ്യ, അതിൻ്റെ ഇടയ്ക്ക് കൂടി എന്തോ തിന്നുന്നുണ്ട. കൊള്ളാം. പരിഷ്കാരിയാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ആ സ്ട്രോയ്ക്ക് എടുത്ത് കയറി. ഓവർ ആക്ടിങ്. ഇതോളോ ഓരോരുത്തർക്ക് ഓരോ ഇതായിരിക്കും. ഇവിടെയാണ് ഞാൻ ജോലി ചെയ്ത കട, തുണിക്കട, മെൻസ് വേൾഡ്. മെൻസ് വേൾഡ്, യെസ്. മെൻസ് ഗോൾഡിലോ? മെൻസ് വേൾഡ് ഇതിനടുത്ത് പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ട് ഞാൻ അവിടുത്തെ ബെസ്റ്റ് എംപ്ലോയി ഓഫ് ദി ഇയർ ആയപ്പോഴത്തേക്കും ഈഗോ അടിച്ചിട്ട് മാനേജറിനെ പറഞ്ഞോണ്ട്. യെസ്. ഗൈസ്, നമ്മൾ നമ്മുടെ ഇവിടെയുള്ളൊരു സൂപ്പർ കടയിൽ വന്നേക്കാണ്. പറഞ്ഞ് ഫോർമൽ പാൻസ് വേണമെന്ന് ഞങ്ങൾ ട്രൈ ചെയ്യാൻ പോയിട്ട് ട്രൈ ചെയ്യാൻ വന്നിട്ട് നമുക്ക് നോക്കാം. വിഷു വന്നു വന്നു അളിയാ, നോക്കട്ടെ അളിയാ. നോക്കട്ടെ സെറ്റ്. സൂപ്പർ സൂപ്പർ. അവിടെ സെറ്റ് അളിയാ, ഒരു പ്രശ്നമില്ല. എന്ത് പ്രശ്നം? ആ കോട്ടിനോട് സെറ്റ് അല്ലേ ഇത്? എമ്മനോട് സാംസങ് എടുത്തോ? ഡൺ. അപ്പോൾ ഡൺ ഗൈസ്. പാൻറ്റും കിട്ടി. ഇത് വേണം. പ്രമോഷൻ കൊടുക്കാന്ന് പറയുന്നല്ലേ? പ്രമോഷൻ കൊടുക്കാന്ന് പറയുന്നല്ലേ? ഫ്രീ ചേട്ടാ, രണ്ട് പാൻറ് എടുത്തോട്ടെ, നമ്മൾ വ്ളോഗിൽ പ്രൊമോട്ട് ചെയ്ത് തരാം. നമുക്ക് മുന്നൂടിയേ മേടിക്കുള്ളൂ. നമ്മൾ പാൻറ് വാങ്ങിച്ചിട്ടുണ്ട്. മുണ്ട് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ബാലരാമപുരമാണ് മുണ്ടിന്റെ കേന്ദ്രം. പക്ഷേ കുറെ കട കണ്ടപ്പോ പുള്ളി പറഞ്ഞ അവിടെ 500 രൂപ 5000 രൂപയുടെ മുണ്ട് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇവിടെ മുണ്ട് അടിയാൻ നല്ല വിലയുള്ള മുണ്ടുണ്ട്. ഇവിടെ പെരുവെന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയി നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഏതെങ്കിലും കടക്ക് പ്രമോഷൻ കൊടുക്കാം. നമുക്ക് ഏതെങ്കിലും കടക്ക് പ്രമോഷൻ കൊടുത്തിട്ട് നമുക്ക് 5000 രൂപയുടെ മുണ്ട് വാങ്ങിക്കാം. പഴം കിട്ടും. ഫ്രണ്ടി കയറാനാ? എന്താ പറയാ. ഡ്രൈവർ വണ്ടി ഇടൂ. നിങ്ങൾ കിടന്ന് വിഷമിച്ചോ? ഇല്ലല്ലോ. അപ്പോൾ ഡ്രൈവേഴ്സ് നമ്മൾ പോയിട്ട് വരാം. കാർ ഇവിടെ തന്നെ ഇട്ടേക്ക്. ഓക്കെ, നമ്മൾ മുണ്ട് വാങ്ങിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഡ്രൈവറിന് പറയുവാണ്, ഈ കേരളത്തിലെ ഏറ്റവും നല്ല മുണ്ട് കിട്ടുന്നത് ഇവിടെയാണ്. രാമവാമൻ. സ്ഥലത്തിൻ്റെ പേര് അളിയ, സ്ഥലത്തിൻ്റെ പേര് ബാലരാമപുരം. മുന്തിരി ഒക്കെ അളിയ കുറേ നാളായില്ലേ ഇങ്ങനെ റോട്ടിലേക്ക് നടന്നിട്ട്? ഇല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നടക്കാറുണ്ട് വാമ്പിന്. ഗൈസ്, ഇവിടെ മെയിനായിട്ട് മുണ്ട് കിട്ടുന്ന സ്ഥലമാണ്. ബാലരാമപുരത്തെ മെയിൻ സ്പോട്ടാണ്. കൊച്ചിയിലേക്ക് എല്ലായിടത്തേക്കും മുണ്ട് പോകണം. അതെ അതെ, തള്ളല്ല കാര്യമായിട്ട്. കണ്ട ഇവിടെ ഇതെല്ലാം, ഇവിടെ എല്ലാം ഹാൻഡ്ലൂംസാണ്. കണ്ടോ? ഇവിടെ കയറി നോക്കിയാലോ? ഫസ്റ്റ് കട നോക്കാം. ഞാൻ ചോദിക്കണേ, ഈ മറ്റേ കരയുടെ കളറല്ല, മുണ്ടിൽ കളറുള്ളതുണ്ടോ? ഈ ഒരു കളർ കിട്ടിയ ഇത് അതിൻ്റെ ഉള്ള മാച്ചിങ് ഉള്ള പാൻറ്റാ. അപ്പോൾ ഏകദേശം അതുപോലത്തെ കിട്ടി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഇതിൽ തന്നെ കര വേറെ കളറുള്ള വരത്തില്ലല്ലോ? ഈ ഒരു ഗോൾഡിന് വരത്തില്ലല്ലേ? ഫസ്റ്റ് കട കയറിയപ്പോൾ തന്നെ സാധനം കിട്ടി. അധികം അലയേണ്ടി വന്നില്ല. ഫസ്റ്റ് കട തന്നെ ഉണ്ടായിരുന്നു. ഇനി നേരെ വീട്ടിലോട്ട്. 200 രൂപ കൂടുതലാ. ഞാൻ എറണാകുളത്ത് നോക്കിയപ്പോഴത്തേക്കും കുറെ മുണ്ടൊക്കെ 5000, 2000 അതിനൊക്കെ പ്ലസ്സാ. മുണ്ടിന് നല്ല റേറ്റ് ഉണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ നാടൊക്കെ? എങ്ങനെയുണ്ട്? അളിയ, നീ പറഞ്ഞത് കേൾക്കൂല പറയും പോലെ. നല്ല ചൂടുണ്ട് ഗൈസ്. മറ്റേ നമ്മൾ സാധനം കുടിച്ചായിരുന്നു, അത് എല്ലാവരും ട്രൈ ചെയ്യണം പറ്റുവാണെങ്കിൽ. ആ സ്ഥലം എവിടെ കളിയാ വരുന്നത്?
അമരോള അത് അടിപൊളി ഡ്രിങ്ക് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ പുള്ളിയുടെ ഒരു ഫ്രാഞ്ചൈസി ചോദിക്കണം, ഫ്രാഞ്ചൈസി തരുമെന്ന് ചോദിച്ചു നോക്കാം. അത് നല്ലൊരു ബിസിനസ്സാണ് ഗൈസ്. ഇതാണ് നമ്മൾ റെൻറ്റിന് കൊടുക്കുന്ന കാറ്. അപ്പോൾ ആർക്കെങ്കിലും റെൻ്റ് ഔട്ട് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവറിനെ ബന്ധപ്പെടുക. ബെൽറ്റ് വാങ്ങിച്ചില്ല കണ്ടില്ലേ, എന്തെങ്കിലുമൊക്കെ മറക്കും. ഇനി ബെൽറ്റ് വാങ്ങിക്കാൻ പോണവരെ നമ്മൾ അല്ലെ നോക്കി പോണേ. അമരോളാണേ ആൾക്കാരൊക്കെ സീനാണ്. ബെൽറ്റ് വാങ്ങിക്കാൻ വന്നിട്ട് ആളവിടെ നിന്ന് ആട്ടി വിട്ടിട്ടോ. ബെൽറ്റ് ഒന്നും ഇല്ലടാന്ന് പറഞ്ഞു. സുബിയ പറ്റില്ല നടക്കുന്നെങ്കില് മുണ്ടൊക്കെ കൊടുത്ത് ഏത് അമരുള്ള ശ്യാം സിംഗ് ആണോ പോണ ഗൈസ്? അമരുള്ള ശ്യാം സിംഗ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വയ്യ, ചെറിയൊരു പനിയുടെ ലക്ഷണങ്ങളാണ് കാണുന്നത്. റീബറിന് പനിയാണ് ഗൈസ്. ഇപ്പോൾ റീബർ നാളെ കല്യാണത്തിനുണ്ടാവില്ല ഗൈസ്. അപ്പോൾ റിസ്ക് എടുക്കണ്ട. അപ്പോൾ നാളെ എന്തായാലും കല്യാണമാണ്. പറഞ്ഞ ആരാണ് പറഞ്ഞത്? ഞാൻ നിർബന്ധിച്ചുകൊണ്ട് അളിയൻ പോകുന്നു. അവിടെ പോയിട്ട് അഭിനയിക്കണം ട്രിപ്പ് ഇടണമെങ്കിൽ, മനസ്സിലായില്ലേ? ട്രിപ്പ് ഒന്നും ജസ്റ്റ് ഒന്ന് പോയിട്ടൊന്ന് കാണിക്കാന്ന് വിചാരിക്കുക. കാരണം കണ്ണൊക്കെ ചുവന്ന് കണ്ട, കണ്ണൊക്കെ ഭയങ്കരമായിട്ട് പാവൻ്റെ അളിയൻ്റെ കണ്ണ് ഒട്ടും വയ്യ കേസ്. ഇങ്ങനെ ഡ്രൈവർ പനി പിടിക്കുമോ? പനി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കേസ് നമ്മളിവിടെ OP ടിക്കറ്റ് എടുക്കാൻ വന്നേക്കുവാണ്. അളിയെ നോക്കിയത് നാളെ കൈയും കാലും പൊങ്കില്ലെന്ന് തോന്നണേ. ഇത് അളിയൻ്റെ മെയിൻ ഹോസ്പിറ്റലായിരുന്നു അമരോടയിൽ. അളിയൻ്റെ സ്റ്റൺസ് ഒക്കെ കാണിക്കുമ്പോൾ അളിയൻ എപ്പോഴും അഡ്മിറ്റ് ആവുന്ന ഹോസ്പിറ്റൽ. മുണ്ടേ കൊടുത്ത് അമരോള സ്റ്റൈല് അല്ലേ? അപ്പോൾ അവിടെ എൻ്റെ അളിയന് നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, ഇത് ചെയ്യല്ലേ. തണുപ്പ് കയറ്റിയപ്പോഴേ പറഞ്ഞേ കേട്ടിട്ടുണ്ടാ. റീവർ ഫാൻസ് ആണോ? റീവർ ഫാൻസ് അസോസിയേഷൻ എനിക്കറിയാം. അപരോളാണോ? പേരെന്താ? സച്ചിൻ. റീവർ അറിയോ? എന്താണ് അഭിപ്രായം? റീവറെ കുറിച്ച് 2 വാക്ക് പറയൂ. നല്ല അഭിപ്രായം. സ്ത്രീകളുടെ മേൽ കൈവച്ചാൽ വീട്ടുകാരുടെ തലയാണ്, കൈകളല്ല. എൻ്റെ അളിയൻ കരയാണ്, വിഷമം, ഇമോഷണലായി സീൻ കണ്ടിട്ട്. കരയല്ലേ? ചന്തിക്ക് ഇഞ്ചക്ഷൻ വെച്ച് അളിയ റീവർ ഇത് എവിടെ വെച്ചേ? ഇങ്ങനെ വലത്തെ ചന്തിയിലാണോ ഇടത്തെ ചന്തിയിലാണോ വെച്ചത്? ഇടത്തെ ചന്തി. പെയിനുണ്ടോ? എടുത്തില്ല അല്ലേ? ഒരു വർഷം കാണാൻ പറ്റില്ല ഗൈസ്, ഞാൻ അപ്പുറത്തായിരുന്നു. ചന്ദന മുഴച്ചിരിപ്പുണ്ടല്ലേ ഗൈസ്. താരുന്നുണ്ട സോയൊക്കെ എത്തിയിട്ടുണ്ട്. എല്ലാവരും ഇരിയാണ്. ഞാൻ ഇപ്പം എണീറ്റുള്ളൂ, ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ്. നല്ല തീവ്രമായ പനി കുറവുണ്ട്, പക്ഷേ ഇപ്പോൾ റെസ്റ്റ് എടുത്തിട്ട് നാളെ ഓക്കെ ആവുന്നാണ് വിശ്വാസം. കഴിയാൻ പോ, വാ താഴെ കഴിയാൻ പോ. അവനോട് വിളിച്ചോണ്ട് ഭ്രാന്തം കിടന്ന് ഉറങ്ങി മുകളിൽ പോയി നോക്കാം. വാ നല്ല കഴിയേ, നല്ല കഴിയും. ഒരു ഇത് വേണം കഴിക്കുന്നത്. ചപ്പാത്തി ചിക്കൻ. ഹൈ ഗൈസ്, എല്ലാവർക്കും ഹൈ ഗൈസ്, വെൽക്കം ബാക്ക്. ഈശ വടിക്കണ്ടായിരുന്നല്ലേ, പിരിച്ചു വെക്കായിരുന്നു. എന്തോണ്ട് ഗൈസ്? അപ്പോൾ നമ്മള് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യുവാണ്. കാണിച്ചു കൊണ്ടല്ലേ ആൾക്കാർക്ക്. നാളെ ഉണ്ടല്ലോ, നാളെ സത്യം പറഞ്ഞ വോട്ടിംഗ്. നാളെ 9-ാം തീയതി, അതായത് കന്നി വോട്ട് കൂടി പറ. കന്നി വോട്ടാണ്. പക്ഷെ കല്യാണം ആയതുകൊണ്ട് എനിക്ക് എങ്ങനെ എന്ന് അറിയത്തില്ല. ആദ്യമായിട്ടൊക്കെ വോട്ടിടാൻ പോകുമ്പോഴത്തേക്ക് എന്താ ശ്രദ്ധിക്കണം? ആദ്യമായിട്ട് വോട്ടിടാൻ പോകുമ്പോഴത്തേക്കും അവിടെ മറ്റേ മെഷീൻ ഉണ്ടാകും നോക്കണം. മെഷീൻ അല്ലെങ്കിൽ പിന്നെ കുത്താൻ പറ്റില്ലല്ലോ. ഇല്ല പറ്റില്ല. പിന്നെ മെഷീനിൽ ആളെ എന്താ കുത്താൻ പോണേ? മെഷീനിൽ കൈ കുത്താൻ പോണേ. അല്ലെ ഏത് പാർട്ടി വോട്ട് ചെയ്യാൻ പോണേ? അത് പറ. ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്ന പറ. ഏത് പാർട്ടിക്ക്? ഇല്ല അങ്ങനൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നാളെ കല്യാണം ഉണ്ടെങ്കിലും വീട്ടിലുള്ള എല്ലാവരും വോട്ടിടാനൊക്കെ പോകുന്നുണ്ട്. എനിക്കും പോകണമെന്നുണ്ട്. കാരണം ഇത് വന്നിരിപ്പുണ്ട്. ആകത്ത പിന്നെ വേറെ കണ്ടില്ല ചെയ്യുന്നില്ല. ഫസ്റ്റ് വോട്ട് കന്നി വോട്ട്. അപ്പൊ എനിക്ക് പിന്നെ പനി കുഴപ്പമില്ല. നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും കുറയുന്നൊരു പ്രതീക്ഷ. അപ്പൊ ബൈ ബൈ. നാളെ ബൈ ബൈ ഗൈസ്. ബൈ ബൈ. സീ ടാറ്റ എല്ലാവർക്കും. ഗുഡ് നൈറ്റ് ചാവ് ഗൈസ്. നാളെ സോയി ഇപ്പഴാ വന്ന ഒരു ഉത്തരവാദിത്തമില്ല. പിന്നെ വിവറാജ് ഇന്നിട്ട് വന്നപ്പോ താമസം കുപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ബൈ ഗൈസ്. നാളെ എന്താവെന്ന് അറിഞ്ഞൂടാ.
പനി മാറിയാൽ മതിയായിരുന്നു. നോക്കാം എന്തായാലും. സീറ്റ് മാറും. ബൈ.